കേരളത്തിന്റെ വികസന ചർച്ചകളിൽ വർഷങ്ങളോളം കേന്ദ്ര സ്ഥാനത്ത് നിന്നൊരു പദ്ധതിയാണ് സിൽവർ ലൈൻ. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംരംഭമായിരുന്നു കേരയിൽ പദ്ധതി. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെന്റ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി നീക്കം ചെയ്യാം. മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റി. കേരയിൽ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചതായി മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിൽവർ ലൈൻ റദ്ദാക്കുമ്പോൾ എന്താണ് ബദൽ പദ്ധതി എന്ന് വ്യക്തമാക്കണം. അത് പറയുന്നത് മുൻമന്ത്രി പി രാജീവാണ്. വേഗതയുള്ള ഗതാഗത സൗകര്യം വേണം, വേഗം വേണ്ട എന്ന നിലപാടാണെങ്കിൽ അത് അപകടകരമാണ്. തുരങ്കപാതയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ പറഞ്ഞതിൽ എന്തായിരിക്കും നിലപാടെന്ന് കൂടിയാണ് പി രാജീവ് ചോദിക്കുന്നത്. അല്ല, അത് ഗവൺമെന്റ് എടുത്ത തീരുമാനമാണല്ലോ. അവർ പറയട്ടെ. സിൽവർ ലൈൻ നമ്മളൊരു അതിവേഗ വേണമെന്ന് തീരുമാനം. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് വേണ്ടാന്ന് പറഞ്ഞാണ് തുരങ്കപാത വയനാട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒരു പക്ഷേ അത് റദ്ദാക്കാൻ സാധ്യതയുണ്ടോന്നായിരിക്കും അടുത്തത്. കാരണം അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല. അത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ കേരയിൽ എന്നൊരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ റെയിൽവേയുടെ അനുമതി കിട്ടിയില്ല. ആ ഘട്ടത്തിലാണ് വേഗതയുള്ള മറ്റൊരു സംവിധാനം വേണം. അപ്പോൾ ആർക്കാണ് ഇത്ര വേഗത എന്നൊരു ചോദ്യത്തിനാണ് ഇപ്പോൾ ജനവിധി അനുകൂലമായിട്ടുള്ളതെന്നാണ് അവർ കരുതുന്നത്. വേഗതയിൽ പോകേണ്ടതില്ല എന്നാണ് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നത് എന്ന നിലപാടിലാണെങ്കിൽ അത് അപകടമായിരിക്കും. കേരളത്തിന്റെ ഭാവി ഗതാഗതം ഇനി എങ്ങനെയാകും? അതാണ് ചോദ്യം. ജനങ്ങളെ ദുരിതത്തിലാക്കാതെ വേഗയാത്ര സാധ്യമാകുമോ? നിലവിലെ റെയിൽപാതകൾ ആധുനികമാക്കുന്നതാണോ, ആധുനികവൽക്കരിക്കുന്നതാണോ മികച്ച വഴി? അതോ RRTS ഹൈസ്പീഡ് ബസ് കോറിഡോർ പോലുള്ള ബദൽ സംവിധാനങ്ങളിലേക്കാണോ കേരളം നീങ്ങേണ്ടത്? അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായും UDF സർക്കാരിന്റെ വിഷൻ എന്താകും നമുക്ക് ആകാംക്ഷയുണ്ട്. റോഷിബാൽ ചേരുന്നു. റോഷിബാൽ, ഈ അതിവേഗ റെയിലിൽ പോയി നമുക്ക് അപ്പം വിൽക്കുക എന്നുള്ളതല്ല, ആളുകൾക്ക് സുഗമമായ യാത്ര നടത്തുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം. ഈ അതിവേഗ ഇടനാഴി പോലെയുള്ള കാര്യങ്ങൾ കേരളിന് ബദലായി പരിഗണിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാകും? ഈ കേരളയിൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആശ്വാസകരമാകുന്ന നടപടിയായിരുന്നു. താൻ നൽകിയ വാക്ക് പാലിച്ചു എന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി അത് അവതരിപ്പിച്ചതും. പക്ഷേ പുതിയൊരു പദ്ധതി വരുമ്പോഴും ഈ പറഞ്ഞതുപോലെയുള്ള സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഷയമായി വരാം. മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇതിൽ ഏതായിരിക്കും ഏറ്റവും അനുയോജ്യം എന്നൊരു ചോദ്യമുണ്ട്. വിനീത, സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെങ്കിലും അതിവേഗ റെയിൽപാത എന്ന പദ്ധതി, അങ്ങനെ ഒരു സ്വപ്നം, അങ്ങനെ ഒരു വാഗ്ദാനം UDF തെരഞ്ഞെടുപ്പിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ UDF സർക്കാരിന്റെ കാലത്ത് ആ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമുണ്ടാകും. അതെങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകേണ്ടത്. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ അതിവേഗ റെയിൽപാത അനിവാര്യമാണെന്ന് UDF നേതൃത്വം വിലയിരുത്തുകയാണ്. പക്ഷെ അത് പാരിസ്ഥിതികമായി ഒരു തരത്തിലും ദോഷകരമായ ഒരു പദ്ധതിയും ഉണ്ടാകില്ല. നേരെ മറിച്ച് ഉയരപാതകൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ UDF ശ്രമിക്കുക. അത് സംബന്ധിച്ച് ഒരു വളരെ വിശദമായ പഠനമുണ്ടാകും. ആ പഠനത്തിന് ശേഷമായിരിക്കും പദ്ധതിക്ക് ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിൽ LDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ RRT എന്ന കേന്ദ്ര സർക്കാരിന്റെ നഗര വികസന വിഭാഗത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിക്ക് ചുവട് പിടിച്ചായിരിക്കുമോ UDF സർക്കാർ അതിവേഗ റെയിൽപാത കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ സമയത്ത് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ മറ്റൊരു അതിവേഗ റെയിൽപാത അത് E ശ്രീധരനാണ് മുന്നോട്ട് വെച്ചത്. ഇനി ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്നിട്ടാണോ അതിവേഗ റെയിൽപാത UDF സർക്കാർ അത് യാഥാർത്ഥ്യമാക്കുക എന്ന ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ഏറെ നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. ബജറ്റിൽ എന്തായാലും അതിവേഗ റെയിൽപാത സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ എക്സ്പ്രസ് ഹൈവേ അല്ലെ, അങ്ങനെയല്ലേ അന്ന് പേരിട്ടിരുന്നത്? അത്തരം പദ്ധതികളൊക്കെ വീണ്ടും വരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒപ്പം ഈ പി രാജീവ് ഉയർത്തിയൊരു സംശയം ഇന്നിപ്പോൾ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ, മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തുരങ്കപാതയിൽ എന്തായിരിക്കും നിലപാട്? തുരങ്കപാത പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞയാളാണ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ. അപ്പോൾ തുരങ്കപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും സർക്കാരിന്റെ നിലപാടെന്നുണ്ട്. കേരളയിൽ പോലെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുകയല്ല, തുരങ്കപാത ഏതാണ്ട് നിർമ്മാണം തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഹരിതവാദം ഉയർത്തിയ MLA-മാരിൽ പ്രധാനിയാണ്. അതിന് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്ന വി ഡി സതീശൻ. അതുകൊണ്ട് സ്വാഭാവികമായും പാരിസ്ഥിതികവാദം വി ഡി സതീശൻ ശക്തമായി ഉയർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ വയനാട് തുരങ്കമെന്ന ഘട്ടത്തിൽ അത് അനുവദിക്കില്ല, അതിനെതിരായി പരസ്യമായി നിലപാടെടുത്തത്. പിന്നീട് തെരഞ്ഞെടുപ്പ് ഘട്ടമായപ്പോൾ ആ നിലപാട് പ്രതിപക്ഷം മയപ്പെടുത്തിയെങ്കിൽ പോലും ഇപ്പോഴും ഈ അതിവേഗ റെയിൽപാത വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമോ എന്നത് ആണ് പ്രധാനമായും ആശങ്കപ്പെടുന്നത് UDF-നെ. അതുകൊണ്ട് സ്ഥലമേറ്റെടുക്കുന്ന വിഷയത്തിലടക്കം വളരെ കൃത്യമായ ആലോചനയുണ്ടാകും. കൂടുതൽ സ്ഥലം നഷ്ടപ്പെടുത്താതെ ഉയരപ്പാതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും ഈ അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ സാധ്യത. അതല്ലെങ്കിൽ പിന്നീട് ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് ആ അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാക്കുക. ഇങ്ങനെ 2 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ UDF സർക്കാരിന് മുന്നിലുള്ളത്. നേരത്തെ LDF സർക്കാരിന്റെ അവസാന കാലത്ത് RRT ആണ്. അത് കേന്ദ്ര നഗരവികസന വകുപ്പിന് കീഴിലാണ് ആ പദ്ധതി. അത് ദില്ലി മീററ്റ് അതിവേഗ റെയിൽ പാതയുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള പദ്ധതിയാണ് ആ LDF സ്വപ്നം കണ്ടതെങ്കിൽ സമാനമായിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മാറ്റം അതിന് ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ നേരത്തെ UDF വിഭാവനം ചെയ്ത എക്സ്പ്രസ് ഹൈവേ ആണ് ഇപ്പോൾ അതിന്റെ സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നത്. അന്ന് എക്സ്പ്രസ് ഹൈവേ എന്ന് UDF പേരിട്ട് വിളിച്ചു. ഇപ്പോൾ അത് ദേശീയപാത വികസനമായി മാറിയെന്ന് മാത്രം. സമാനമായ രീതിയിൽ തന്നെയാണ്, ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ദേശീയപാത വികസനം മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ അതിവേഗ റെയിൽപാത പദ്ധതി UDF എന്തായാലും അതുമായി മുന്നോട്ട് പോകും. നേരെ മറിച്ച് സിൽവർ ലൈൻ എന്ന കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് ഒരു പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്ന പദ്ധതി പ്രതിഷേധങ്ങളുടെ ഒക്കെ കൂടി പശ്ചാത്തലത്തിൽ പ്രതിഷേധക്കാർക്ക് നൽകിയ വാക്ക് കൂടിയാണ് വി ഡി സതീശൻ പാലിച്ചത്. പക്ഷേ എന്താണ് ബദൽ പാത ഉദ്ദേശിക്കുന്നത്? ബജറ്റിൽ അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഉപേക്ഷിച്ചിരിക്കുന്ന സിൽവർ ലൈൻ, ഈ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി, ഒപ്പം RRTS, ഇങ്ങനെ ഈ 3 പദ്ധതികളുടെയും താരതമ്യത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഏതാണ്